വേഗം വാ. ഒന്ന് തള്ളി വിറ. കുരുവി, നീ എഴുന്നേക്കരുത്. അവർ കരയിലുണ്ട്, പോയിട്ടില്ല. ഒരു ശല്യത്തെ കടലെടുത്തു. സമാധാനമായി. വാ പോവാ. ഹലോ, എന്തായി? രാഘവ, അവര് പോയി. എടാ കുരുവി, എഴുന്നേക്കടാ, അവര് പോയി. നമ്മളോടാ കളി. ബാലാമണിയുടെ മരണം ആഘോഷിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ഇനി അറിയേണ്ടത്. അത് നാളെ മുതൽ അറിഞ്ഞു തുടങ്ങും. ഇത്രയും വലിയൊരു ശത്രുത എന്നോട് എന്തിനാ? ഞാൻ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോന്നതല്ലേ. ഇനി കാല് പിടിച്ചു വന്നാലും വേണ്ട അങ്ങനെ ഒരു ഭർത്താവിനെ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതാ. പിന്നെന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും മോളെ. ബാലാമണി ഇല്ലാതായാൽ ബാലാമണിയുടെ സ്വത്ത് വല്ലതും അവൾക്ക് കിട്ടുമോ? ഇതെല്ലാം സ്വത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാ. ബാലാമണിക്ക് അഴകത്തിന്ന് കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാ. എനിക്ക് വേണ്ട അവിടുത്തെ ഒന്നും. വേണ്ടെങ്കിലും ബാലാമണിക്ക് അവകാശപ്പെട്ട സ്വത്ത് ബാലാമണിക്ക് തന്നെ വന്നു ചേരും. അവകാശപ്പെട്ടതോ? അവിടുത്തെ സ്വത്തിൽ എനിക്കെന്താ അവകാശം? നിനക്ക് അവകാശം ഇല്ലെങ്കിലും നിന്റെ വയറ്റിൽ കിടക്കുന്നത് അവിടുത്തെ കുട്ടിയല്ലേ. അതിന് അവകാശം കൊടുക്കാതെ പറ്റൂ? അവകാശങ്ങളും അധികാരങ്ങളും ഇനി ബാലാമണിക്ക് ഒരുപാടുണ്ട്. അതറിയാവുന്നവരാ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എനിക്കും എന്റെ കുഞ്ഞിനും ഒരു അവകാശങ്ങളും വേണ്ട. ജീവിക്കാൻ സമ്മതിച്ചാ മതി. ഒക്കെ ശരിയാവും ബാലാമണി. ഞാനൊന്ന് അഴകത്തേക്ക് ചെല്ലട്ടെ. ഇനിയുള്ള നീക്കങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്.
ദാ. പേടിച്ചിരുന്ന ശല്യം എന്നേക്കുമായി അവസാനിച്ചു. അഴകത്ത് സുമംഗലയും കുഞ്ഞുണ്ണിയും ഒക്കെ ഇനി ബാലാമണിയുടെ ശവം പോലും കാണാതെ ഇരുന്ന് കരയട്ടെ. ചത്തുന്നവരെങ്ങനെ അറിയിക്കും? അതൊക്കെ കുറെ കഴിയുമ്പോ താനെ അറിഞ്ഞോളൂ. അപ്പോഴേക്കും അഴകത്തെ സ്വത്തും സമ്പാദ്യവും കമ്പനികളും ഒക്കെ എന്റെ കയ്യിലിരിക്കും. അഴകത്ത് സുമംഗലയെ റോഡിലിറക്കി തെണ്ടിക്കും ഞാൻ. ഇനിയാണ് കവിതയുടെ തനി സ്വഭാവം ഓരോന്നോരോന്നായി പുറത്തു വരാൻ പോകുന്നത്. കവിത, ഒരു മിനിറ്റ്, ഇതൊന്ന് നോക്കി. ഇതാണ് അനന്തുവിന്റെ ഓഫീസിലെ സ്റ്റാഫുകളുടെ ലിസ്റ്റ്. ഇത് സ്മിത നായർ, ഫിനാൻസ് എക്സിക്യൂട്ടീവാ, അനന്തുവിന്റെ വിശ്വസ്ത. ഇവളെ കണ്ടിട്ട് വിശ്വസ്തത കൂടിപ്പോയതുപോലെ ഉണ്ടല്ലോ. ഇത് മാത്യൂസ് ജേക്കബ്, 2 വർഷം ആയുള്ളൂ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വന്നിട്ട്. ഈ 2 വർഷം കൊണ്ട് വിറ്റുവരവിൽ വമ്പിച്ച വർധനയുണ്ടാക്കി. ഇവൻ വളയോ? മദിരാശികളോടാണ് കമ്പം. എന്താ നോക്കുന്നോ? കൂടെ നിർത്തിയ കോടികളാ. ദാ, ഇതാണ് ഗിരീഷ് കുമാർ മേനോൻ. കഴിഞ്ഞ 15 വർഷമായിട്ട് കമ്പനിയുടെ ജീവനാടിയാണ് ഇയാൾ. അഴകത്തെ എല്ലാവരോടും വിധേയത്വം. ഇയാള് നമ്മുടെ വഴിക്ക് വരില്ല. അഴകത്തെ ചോറ് തിന്ന കൂറ് ഈ നാറി കാണിക്കും. ഇവനെ പിരിച്ചുവിടാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. അല്ലെങ്കിലും ഒരു പൊളിച്ചടുക്കിന് സമയമായി. അത് ഞാൻ ചെയ്തിരിക്കും. അഭിരാമി, ജീവിതത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ തുറന്ന് സംസാരിച്ച് ശീലിച്ചവനാ ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്കാവശ്യം ഒരു ഭാര്യ മാത്രമല്ല, എൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എനിക്കൊപ്പം നിൽക്കാൻ കൂടി കഴിയുന്ന ഒരു പെണ്ണിനെയാണ്. ടു ബി ഫ്രാങ്ക്, അഭിരാമിയുടെ അച്ഛൻ നമ്മൾ ഒരുമിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് എന്നെ അഭിരാമിയിലേക്ക് അടുപ്പിച്ചത്. അതുവരെ എൻ്റെ മനസ്സിൽ ഒരേപോലെ ചിന്തിക്കുന്ന 2 ഡോക്ടേഴ്സായിരുന്നു ഞാനും അഭിരാമിയും. ഇപ്പോഴുള്ള തോന്നല് ഒരേപോലെ ചിന്തിക്കുന്ന നമുക്ക് ഒരുമിച്ചാൽ എന്താണെന്ന്. അഭിരാമിക്ക് എന്ത് തീരുമാനമാണെങ്കിലും എന്നോട് പറയാം. എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പ്രണയത്തിലല്ല, പ്രപ്പോസ് ചെയ്തതാ. കാർത്തിക് സംസാരിക്കുന്നത് ഒരു ഡോക്ടറോടല്ല, വിവാഹം കഴിഞ്ഞ് ഒരാൾക്കൊപ്പം 2-3 മാസം ജീവിച്ച ഒരു സ്ത്രീയോടാ. ഐ നോ. ഒരു വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് ആയതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാർത്തിക്, എനിക്ക് സങ്കടമുണ്ട് കാർത്തിക്കിനോട് നോ എന്ന് പറയാൻ. ബട്ട് അങ്ങനെ പറയേണ്ടി വരുന്നു. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്നാലും ഒരിക്കൽ കൂടി ചിന്തിക്കണം. എന്റെ വിവാഹത്തിന് മുൻപ് കാർത്തിക്കിന്റെ ഒരു പ്രപ്പോസൽ എനിക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിച്ചേനെ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഉപേക്ഷിച്ചെങ്കിലും എന്റെ മനസ്സിൽ നിന്നും ആനന്ദിന്റെ രൂപം മാഞ്ഞു പോയിട്ടില്ല. ഒരു റിലേഷൻ ആരംഭിച്ചാൽ അത് 100% സിൻസിയർ ആയിരിക്കണം. ഇപ്പോ എനിക്കതിന് കഴിയില്ല. അതുകൊണ്ടാ. സോറി കാർത്തിക്. എനിക്ക് മനസ്സിലാവും. ഇത്രയും തുറന്നു പറയുമ്പോൾ തന്നെ അഭിരാമിയുടെ ആത്മാർത്ഥത തിരിച്ചറിയാം. എനിക്കിപ്പോഴാ അഭിരാമിയെ ശരിക്കും ഇഷ്ടമായത്. സ്നേഹം കടം കൊടുക്കാനൊരു സുഖ. എന്തെങ്കിലും അത് പലിശ സഹിതം തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ അതിലേറെ സുഖവും.
കുന്നംകുളത്ത് ഭദ്രയുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ഭാഗവതരുണ്ട്. ഞാൻ ഈ അമ്പലങ്ങൾ തോറും നടന്നിരുന്നപ്പോ തിരുവൈരാണിക്കുളത്ത് വെച്ച അയാളെ കാണുന്നത്. സംസാരിച്ചു വന്നപ്പോഴാ ഭദ്രയുടെ സ്വന്തക്കാരനാണെന്ന് അറിയുന്നത്. ഉണ്ണിയാ പറയുന്നത് അവിടെ അന്വേഷിക്കാന്നാണോ? അതെ, അയാളെക്കുറിച്ച് ഞാൻ ഇപ്പോഴാ ഓർക്കണത്. ഭദ്ര ഒരുപക്ഷെ അവിടെ ഉണ്ടെങ്കിലോ? ബാലാമണിയും ചിലപ്പോ. ഇല്ല, ബാലാമണി ഉണ്ടാവില്ല. അവളുടെ അമ്മ ചിലപ്പോ ഉണ്ടാവും. അതൊന്ന് അന്വേഷിച്ച് നോക്കൂ ഉണ്ണിയമ്മ. അല്ല, അതെന്താ ബാലാമണി അവിടെ കാണില്ലെന്ന് നീ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞത്? അത് ബാലാമണിയെ ഇനി ഇവിടെ അന്വേഷിക്കേണ്ടെന്നാ പോലീസ് പറയുന്നത്. ഡൽഹിക്ക് പോയിന്നാ പോലീസിന്റെ നിഗമനം. അശ്യോ, അവർക്ക് എന്തോ ട്രെയിനിന്റെ ടിക്കറ്റോ മറ്റോ ബുക്ക് ചെയ്തതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ടത്രേ. ഡൽഹിയിലിപ്പോ? അല്ല, ഡൽഹിയിലല്ലേ അവളുടെ ടീച്ചർ. അവരുടെ ഡാൻസ് സ്കൂൾ ഉണ്ടല്ലോ. ഓ, അപ്പോ ഇനി കാണാൻ പറ്റില്ല അല്ലേ? പറ്റും. ഞാൻ ആ സ്കൂളായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഈശ്വര, ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ ഒരു സമാധാന. ഞാനൊന്ന് പോയാലോ മോനെ അങ്ങോട്ട്? എങ്ങോട്ട്? ഡൽഹിയിലേക്കോ? അതിനെന്താ, തിരുപ്പതിക്കും കാളഹസ്തിക്കും ഒക്കെ പോകുന്ന പോലെയല്ലേ ഉള്ളൂ ഇതും. തൽക്കാലം ഉണ്ണിയമ്മ അങ്ങോട്ടൊന്നും പോണ്ട. ബാലാമണിയെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. മോനെ, അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല അമ്മേ. കുളിയിലൊന്നും അല്ലട കാര്യം, മനസ്സ് നന്നായിരിക്കണം. ദാ. അല്ല, അമ്മയുടെ മുഖത്തെന്തെത്ര സന്തോഷം. അമ്പലത്തിൽ പോകാനും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനും എനിക്കൊരു കൂട്ട് കിട്ടി. ഒരു കാർത്തിയായനി. ഏത് കാർത്തിയായനി? ഓ, അവരെ നീ അറിയില്ല. ഒരു മീൻകാരിയാ. നീ ഇത് എന്തു നോക്കി നിൽക്കാടാ? കാറ് കഴുകിയിട്ട് ആ പൈപ്പ് ഓഫ് ചെയ്യ്. വെറുതെ വെള്ളം നഷ്ടപ്പെടുത്താതെ. അച്ഛാ, അത് എനിക്ക് നിന്റെ എക്സ്ക്യൂസുകളൊന്നും കേൾക്കണ്ട. ഈ ഒരു കാര്യത്തിൽ അച്ഛൻ നിർബന്ധം പിടിക്കും. എന്തിന്? എനിക്കിപ്പോ ജീവിതത്തിൽ ഒരു സന്തോഷക്കുറവുമില്ല. എനിക്കുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു വൃദ്ധനാ ഞാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ വെറുതെ ഉണ്ടും ഉറങ്ങിയും കളഞ്ഞ ദിവസങ്ങളെ ഓർത്ത് മരവിച്ചു പോവുക മനസ്സ്. ഒരു മനുഷ്യനായാൽ, അത് സ്ത്രീയായാലും പുരുഷനായാലും, കുടുംബമുണ്ടാവണം, കുട്ടികളുണ്ടാവണം. അച്ഛാ, ഞാൻ അതല്ല പറയുന്നത്. നീ പറയുന്നത് ഒരുപാട് കേട്ടതാ ഞാൻ. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. മകള് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവുന്നതൊക്കെ സ്വപ്നം കാണുന്ന ഒരു സാധാരണ അച്ഛനാ ഞാൻ. ഞാനിപ്പോ കല്യാണത്തിന് സമ്മതിച്ച അച്ഛന്റെ പ്രശ്നങ്ങൾ തീരും. പക്ഷേ എന്റെ പ്രശ്നങ്ങൾ അപ്പോഴായിരിക്കും തുടങ്ങുന്നത്. മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ആനന്ദിന്റെ അടുത്തേക്ക് തിരിച്ചു പോ. അതിന് നിനക്ക് കഴിയുമോ? ഞാൻ പോവില്ല. എങ്കിൽ ഡോക്ടർ കാർത്തിക്കുമായിട്ടുള്ള വിവാഹം ഞാൻ തീരുമാനിക്കും. അതിനും എനിക്ക് കാർത്തിക്കിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നണ്ടേ? ഇഷ്ടമൊക്കെ താനേ തോന്നിക്കോളും. അച്ഛൻ നിർബന്ധിച്ച ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. എന്നാൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. നോക്കാലോ ആരാ ജയിക്കുന്നതെന്ന്. അച്ഛൻ
പത്രം എടുത്ത് നോക്കിയ മുഴുവൻ അപകടങ്ങളും കൊലപാതകങ്ങളുമാ. അതും വെട്ടിയതും കുത്തിയതും ഒക്കെ ഫോട്ടോ സഹിതം ആദ്യത്തെ പേജിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. പത്രം എടുക്കുമ്പം തന്നെ ഇത് കാണുന്ന ഒരു വിഷമാ. അതല്ലേ ഞാൻ പത്രം വായിക്കാത്തത്. രാജീവ് ഗാന്ധി മരിച്ച ദിവസം അവസാനമായിട്ട് ഞാൻ പത്രം വായിക്കുന്നത്. പിന്നെ എപ്പോൾ പത്രം തുറന്നു നോക്കിയാലും അങ്ങേരുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ഭാർഗവ, നീ ഇവിടെ എങ്ങും ജനിക്കേണ്ടവനല്ല. ഹോ, ഇത്രയ്ക്ക് വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല ഈ നാട്. പിന്നെ പത്രം വായിച്ചതുകൊണ്ട് അമ്മയ്ക്കിപ്പോ വലിയ വിവരമല്ലേ? മീൻ വെട്ടിയെടുത്ത് തലയെ വെക്കാൻ എന്തോരം വിവരം വേണം. എടി, തൊഴിൽ എന്തായാലും 4 അക്ഷരം വായിക്കുന്നോണ്ട് ഒരു തെറ്റുമില്ല. അറിവുണ്ടെങ്കിലേ ഒരു പാകതയും പക്വതയും ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ദേ ഇതുപോലെ ചാരായം കുടിച്ചും ചീത്ത പറഞ്ഞും കാലണക്കി കൊള്ളാതെ നടക്കേണ്ടി വരും. നിന്റെ അമ്മ ആയതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഓ, അല്ലെങ്കിൽ നീ എന്നെ പറഞ്ഞങ്ങ് തോപ്പിക്കും. ഒന്ന് പോടാ ചേർക്കാം. ദേ, അമ്മ എന്തിനാ എന്റെ കെട്ടിയൻ എപ്പോഴും കളിയാക്കുന്നേ? ആ ഹൃദയത്തിലെ വേദന എനിക്കറിയാം. അയ്യോ കഷ്ട, ഹൃദയം പൊട്ടി അവനങ്ങ് മരിക്കും. ഒരു കെട്ടിയാൻ പണിയെടുത്ത് ജീവിക്കാൻ പറയടി അവനോട്. അമ്മേ ദാ എന്താടി ഇത്? രാഘവൻ തന്നതാ. എന്റെ ഓപ്പറേഷന് വേണ്ടിയെന്നാ പറഞ്ഞത്. എവിടെയുണ്ടവൻ? കടവത്ത്. എന്താ ലക്ഷ്യേച്ചി? അവൻ കൊടുക്കുന്ന കാശൊന്നും ഇനി അമ്മ വാങ്ങിക്കില്ല. എടാ രാഘവ, എന്താടാ ഇത്? എന്താണെന്ന്? അത് കൊച്ചിന്റെ ഓപ്പറേഷൻ. കൊച്ചിന്റെ ഓപ്പറേഷനോ? എടുത്തോണ്ട് പോടാ. ഇത് മനുഷ്യന്റെ ചോര പറ്റിയ കാശാ ഇത്. ഇത് കണ്ടാ എനിക്ക് പേടിയാവും. ഈ കാശ് കൊണ്ടൊന്നും കൊച്ചിന്റെ ഓപ്പറേഷൻ നടത്തണ്ട. എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ ചിലപ്പോ ഞാൻ അതിന്റെ കൂടെ മരിച്ചെന്നിരിക്കും. എന്നാലും ഈ കാശ് കൊണ്ട് കിട്ടുന്ന ജീവനാണെങ്കിൽ അത് ഞാൻ വേണ്ടെന്ന് വെക്കും. കട്ടിട്ടും കൊന്നിട്ടും ഒന്നും അല്ലമ്മേ ഞാൻ. എങ്ങനെയാണെങ്കിലും നേരായ മാർഗത്തിലൂടെ നീ ഇത്രയും പണം ഉണ്ടാക്കില്ല. വഴിവിട്ടുണ്ടാക്കുന്ന കാശ് വാഴത്തില്ലടാ. എടുത്തോണ്ട് പോയി ആർപ്പാടായിട്ട് ജീവിക്ക്. അധ്വാനിച്ച കാശല്ലല്ലോ, കണ്ടവന്റെ മുതലല്ലേ. എനിക്ക് ഈ കാശൊന്നും വേണ്ടമ്മേ. കൊച്ചിന് വേണ്ടി മാത്രമാ. തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാൻ ഈ പണിക്കൊക്കെ. ദ്രോഹി, നിന്റെ അനിയത്തി നിനക്ക് കാര്യമാണല്ലേ? മറ്റുള്ളവർക്കൊന്നും കുടുംബവുമില്ല, ബന്ധങ്ങളുമില്ല. എടുത്ത് ഞാൻ കായലിലെറിയും. അമ്മേ വേണ്ട, ഇത് കളയണ്ട. എന്റെ ജീവൻ എടുത്തതിന് രാഘവന് കിട്ടിയ കാശ. എന്റെ ജീവന്റെ പണം. ഇന്നലെ രാത്രി എന്നെ കൊന്നു സാക്ഷ്യപ്പെടുത്തി രാഘവൻ വാങ്ങിച്ച കാശായത്. ഇത് വാങ്ങിച്ചതുകൊണ്ട് മാത്രം എന്റെ മരണം അവര് തീർച്ചപ്പെടുത്തിയത്. എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മയുടെ മകൻ ചെയ്ത ഒരേ ഒരു ശരിയാ ഈ പണം. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അമ്മ വീട്ടിലേക്ക് ചെല്ല്. ചെല്ലമ്മേ. ഇതാണ് ഗിരീഷ് കുമാർ മേനോൻ. കഴിഞ്ഞ 15 വർഷമായിട്ട് കമ്പനിയുടെ ജീവനാടിയാണ് ഇയാൾ.
അഴകത്തെ എല്ലാവരോടും വിധേയത്വം. ഇയാള് നമ്മുടെ വഴിക്ക് വരില്ല. അഴകത്തെ ചോറ് നിന്ന കൂറ് ഈ നാറി കാണിക്കും. ഇവനെ പിരിച്ചുവിടാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. മിസ്റ്റർ ഗിരീഷ് മേനോൻ, പ്ലീസ് കം ടു ദ ക്യാബിൻ. മേ കം ഇൻ മാഡം? യെസ്, കം ഇൻ. വാട്ട് ഈസ് ഇറ്റ് ഗിരീഷ്? ഇതാണോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ? ഒരു പലചരക്ക് കടയിലെ പറ്റുബുക്ക് പോലും ഇതിലും ഭേദമായിരിക്കും. പണ്ട് തൊട്ടേ ഇവിടെ ഇങ്ങനെയാണ് മാഡം. കണക്കുകളെല്ലാം കമ്പ്യൂട്ടറിലും രജിസ്റ്ററിലും എൻട്രി ചെയ്യും. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെയാണോ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്? ഇത് മലയാളത്തിലെ വിലവിവര പട്ടിക എഴുതിയിരിക്കുന്നത് പോലെയാ. മാഡം, ഇത് അനന്ത് സാറിന് ചെക്ക് ചെയ്യാനുള്ളതല്ല. അഴകത്തമ്മ നോക്കുന്നത് ഈ രജിസ്റ്ററാണ്. ആര് നോക്കിയാലും കണക്കുകളൊന്നും ഇങ്ങനെ എഴുതാൻ പറ്റില്ല, മനസ്സിലായോ? സോറി മാഡം, അഴകത്തമ്മ പറയാതെ ഈ കണക്കുകളൊന്നും മാറ്റി എഴുതാൻ പറ്റില്ല. കൗണ്ടറൻ ധിക്കാരം പറയുന്നോ? ഞാൻ ആരെന്ന് തനിക്കറിയോ? അറിയാം, സാറിന്റെ വൈഫാണ്. പക്ഷെ കമ്പനി വേറെ, കുടുംബം വേറെ. അതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഓ, അപ്പൊ ഞാൻ പറയുന്നത് താൻ അനുസരിക്കില്ല. ഐ ആം വെരി സോറി മാഡം. ഗെറ്റ് ഔട്ട്. എന്റെ കൺമുന്നിലോ ഈ ഓഫീസിലോ തന്നെ ഇനി കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടോ, പോവാൻ.